റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണം മാറും മുൻപ് കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തിരക്കിട്ട നീക്കം. കൃഷിവകുപ്പിലാണ് കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നത്. ഭരണപക്ഷ തൊഴിലാളി സംഘടനയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ തീരുമാനം. 10 വർഷം പൂർത്തിയാക്കിയ ഡേറ്റ എൻട്രി ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. നടപടിക്കെതിരെ NGO അസോസിയേഷൻ രംഗത്തെത്തി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സ്ഥിര നിയമനത്തിനുള്ള PSCയെയും നോക്കുകുത്തിയാക്കി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിൻവാതിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലമായി നിയമിക്കപ്പെട്ട ആളുകൾ അത് CPMന്റെ ആളുകളാണ്, DYFIയുടെ നേതാക്കളാണ്, ഉന്നത പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലമായി ഞങ്ങൾ ശേഖരിച്ച കണക്ക് പ്രകാരം 3.25 ലക്ഷത്തോളം ആളുകൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മുതൽ സർക്കാർ ഓഫീസിൽ പിൻവാതിലൂടെ ദിവസവേതന അടിസ്ഥാനത്തിലും താൽക്കാലികമായും നിയമിക്കപ്പെട്ട ആളുകളുണ്ട്. ആ നിയമനത്തിനുള്ള യോഗ്യത എന്നുള്ളത് രാഷ്ട്രീയ സ്വാധീനമാണ്. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, തിരക്കിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ നടക്കുന്നത്. അതിൽ രാഷ്ട്രീയ നീക്കം എന്നുള്ളൊരു ആരോപണം ഉയർന്നു കഴിയുകയും ചെയ്തു. മറ്റു പരാതികളിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇവർ? ശ്രുതി, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാർ പൊതുവായ ഒരു ഉത്തരവ് ഇറക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഓരോ വകുപ്പും അവരവരുടെ കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തിവരുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തദ്ദേശ വകുപ്പും സമാനമായ രീതിയിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇപ്പോഴിതാ കൃഷി വകുപ്പ്, CPI ഭരിക്കുന്ന കൃഷി വകുപ്പും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. CPIയുടെ വകുപ്പിൽ തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുമ്പോൾ ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, CPIയുടെ ഒരു സർവീസ് സംഘടനയാണ് ഓൾ കേരള അഗ്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫെഡറേഷൻ. അവരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നതെന്ന് കൃഷി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10 വർഷം കരാർ ജീവനക്കാരായി ജോലി ചെയ്തിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ അടിയന്തരമായി ശുപാർശ സഹിതം നൽകണമെന്നാണ് കൃഷി വകുപ്പ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുതന്നെ ഈ താൽക്കാലികക്കാരെ നിയമിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മറ്റു സംവിധാനത്തിലൂടെയാണ്. അവർക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ തന്നെയോ അല്ലെങ്കിൽ ഒരു വർഷം തികയുന്നതിന് മുൻപൊക്കെ തന്നെ വീണ്ടും പുതുക്കി നൽകി അങ്ങനെ തുടർച്ചയായിട്ട് 10 വർഷത്തോളം സർവീസിലിരുന്ന കരാർ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതൊക്കെ തന്നെ ഭരണപക്ഷ അനുകൂല ആളുകളാണെന്നാണ് UDF ഒപ്പം തന്നെ NGO അസോസിയേഷനൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ രംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം PSC നിയമനം ഉൾപ്പെടെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലിക ജോലി ചെയ്ത ഈ LDF 10 വർഷം തയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ജോലി ലഭിച്ചവരെ മാത്രം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഏതായാലും പിൻവാതിൽ നിയമനം നേടിയ ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണെന്നാണ് പരാതികൾ ഉയർന്നു വരുന്നത്. ശ്രുതി, കൃഷി വകുപ്പിലാണ് കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു